ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്ന വ്ളോഗ്. ഇനി ഞാനൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വ്ളോഗ്. ഇത് എൻ്റെ നാട്ടിൽ ഓർക്കാട്ടേരി എന്ന സ്ഥലത്ത് ഉള്ള കാഴ്ചയാണ് കേട്ടോ. ചന്തയാണ്, ഓർക്കാട്ടേരി ചന്ത എന്ന് പറയും. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്ന ഒരു ചന്തയാണ് ഈ ഓർക്കാട്ടേരിയിലുള്ള ചന്ത. ഞാൻ 2 ദിവസത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു വന്നത്. മോനും ചേട്ടനും ഇല്ലായിരുന്നു. ചേട്ടനും അവർ ചെന്നൈയിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ ഒരാഴ്ചന് വേണ്ടിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അമ്മയുടെ കൂടെ ചന്തയിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇഷ്ടംപോലെ പൊരി, നുറുക്ക്, ഹൽവ ഇതൊക്കെ ഉണ്ട്. ഇത് പോകുമ്പോൾ ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ നോക്കുമ്പോൾ റേഡൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല, കാരണം സമയമാകുന്നേ ഉള്ളൂ. ഇത് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടു, കാരണം അപ്പോഴത്തേക്കും നല്ല തിരക്കാവും. അതുകൊണ്ട് നേരത്തെ തന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഈ ഒരു വളച്ചന്തയിലാണ്. വളച്ചന്തയിൽ വളയൊന്നും ആവശ്യമില്ല, ചുമ്മാ എല്ലാം നമ്മൾ ഇങ്ങനെ നോക്കി. നമുക്കൊരു ക്ലിപ്പ് വേണമായിരുന്നു. അപ്പോൾ അമ്മ എന്തൊക്കെയോ റേറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലിപ്പൊക്കെ നമുക്കിഷ്ടമുള്ള ക്ലിപ്പൊക്കെ അമ്മ സെലക്ട് ചെയ്ത്, പിന്നെ പല സൈസിലുള്ള പല റേറ്റിലുള്ള പല ക്ലിപ്പുകളുണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒക്കെ ക്ലിപ്പൊക്കെയാണ് ഇഷ്ടം. ഞാൻ പിന്നെ ക്ലിപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം വന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെയർ ബാൻഡ്, അങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞു ക്ലിപ്സ്, മാല, വള, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ എപ്പോഴുള്ള കാഴ്ച. ഇങ്ങനെ തന്നെയായിരിക്കും ചന്ത. ഇതാണ് ചന്ത. പിന്നെ നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു എന്താണ് ഹാങ്ങിങ് ഇയറിങ്സ് ആണ് കൂടുതലായിട്ട് ഇവിടെ ഞാൻ കണ്ടത് കേട്ടോ. ഇഷ്ടം പോലെ പല വെറൈറ്റീസിലായിട്ട് പല ഡിസൈനിലായിട്ടുള്ള കമ്മലുകളാണ് ഇവിടെ കാണാൻ പറ്റിയത്. പിന്നെ സ്റ്റഡൊക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകൾ, പല മോഡലിലായിട്ടുള്ള സ്റ്റഡുകളാണുള്ളത്. കണ്ടോ, ഇതൊക്കെ സ്റ്റഡാണ്. പിന്നെ കുറേ ടോയ്സൊക്കെ ഉണ്ട്. ചെറിയ കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയ ടോയ്സാണ്. ഉണ്ടോ, തത്തമ്മ, പണ്ടത്തെ കുറേ ആ ഐറ്റംസ് എല്ലാം ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ നന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ കുറേ തിരഞ്ഞു, എവിടെയും കണ്ടില്ല. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇവിടെ വെക്കാൻ തോന്നി. കാരണം എന്താ പറയുക, ഈ ചൊറവളയില്ലേ, ഈ ചൊറവള പണ്ട് എനിക്ക് അമ്മ വാങ്ങിത്തരുമായിരുന്നു ചന്തയിൽ നിന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു എന്താണ് നഷ്ടം അടിച്ച്. അപ്പോൾ കുറച്ചേരം അവിടെ നിന്ന് നോക്കി. ഇപ്പോഴുള്ള കുട്ടികൾ ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയമാണ് കേട്ടോ. അപ്പോൾ അവസാനം നന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പെണ്ണുണ്ട് കേട്ടോ. ആ പെണ്ണ് ഒരു 6 ഉണ്ട്, 6 പെണ്ണ്, കളർ പെണ്ണാണ്. പിന്നെയും ഈ കമ്മലിൻ്റെ ഈ ഒരു ഇതാണ് ഇവിടെ മൊത്തം കമ്മൽ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു അലർജി പോലെ കേട്ടോ. കുറേ കണ്ട് മടുത്തു. ചെന്നൈയിൽ വന്നിട്ട് ഒരുപാട് കമ്മലുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ്, ചെറിയ കുഞ്ഞു കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ പെണ്ണ്, അത് ഇത്. പിന്നെ ഒരു റൈഡ് ഇതാണ് ഞാൻ പിന്നെ ഫസ്റ്റ് ഇത് മൂവ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും അത്ര റൈഡൊന്നും ഓപ്പൺ ആയിട്ടില്ല. ചുമ്മാ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഇതാണ് 80s 90s നമ്മൾ കഴിച്ച ചില മിഠായികളുണ്ട്. പഴയ കാലത്തുള്ള പുളിമിഠായി, പുളിയിഞ്ചി, അത് ഇത് പറഞ്ഞിട്ട് പുളിപ്പൊടി, അങ്ങനത്തെ പല സാധനങ്ങളും ഇവിടെ അവർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എല്ലായിടവും കവർ ചെയ്യുന്നുണ്ട് ഇത് വാങ്ങുന്നുണ്ടോ. പൈസ മിഠായി ഉണ്ടോ, പൈസ കോയിൻ മിഠായി, ഗോൾഡ് കോയിൻ എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ എത്ര കഴിച്ചായിരുന്നു ഈ ഒരു സ്റ്റിക്കുമ്പിലുള്ള. അപ്പോൾ അതൊക്കെ ഭയങ്കര നൊസ്റ്റു അടിച്ചു എനിക്ക് ഇവിടെ വന്നപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടത്തെ ആ ഒരു ബീഡി മിഠായി എന്നെല്ലാം പറഞ്ഞിട്ട്. അമ്മനെ കൂട്ടിയിട്ട് ഒരു റൈഡ് കയറണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തോണിത്തൊട്ടിലോ അല്ലെങ്കിൽ തൊട്ടിലോ കയറണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെങ്കിൽ അമ്മ സമ്മതിച്ചില്ല, നമുക്ക് പേടിയാന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ കയറാന്ന്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറി. ഫസ്റ്റൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എന്താണെന്നറിയില്ല, ആവുന്നല്ലോ സമയം. അപ്പോൾ പിന്നീട് കുറച്ച് ആൾക്കാരൊക്കെ വന്നപ്പോൾ മൂവ് ചെയ്തു തുടങ്ങി. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ അങ്ങനെ കയറിയിട്ടില്ല അങ്ങനെയാണെന്നല്ല. അപ്പം എനിക്ക് സന്തോഷമായി. അപ്പം ഞങ്ങൾ
റൈഡൊക്കെ കഴിഞ്ഞ് ഏകദേശം നമുക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അമ്മക്ക് അങ്ങ് വീട്ടിലും പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ.